കാൽവരി ബലിയുടെ സമയം, ഇതു രക്ഷാദായക നിമിഷം. കാൽവരി ബലിയുടെ സമയം, ഇതു രക്ഷാദായക നിമിഷം. തിരികൾ തെളിച്ച് ഹൃദയമൊരുക്കി ബലിവേദിയിലെന്നണയാം, തിരുബലിയിൽ പങ്കുചേരാം. കാൽവരി ബലിയുടെ സമയം, ഇതു രക്ഷാദായക നിമിഷം. തിരികൾ തെളിച്ച് ഹൃദയമൊരുക്കി ബലിവേദിയിലെന്നണയാം, തിരുബലിയിൽ പങ്കുചേരാം. അണയാം ദൈവജനമേ, മനമുയർത്താം തിരുസവിധേ. അണയാം ദൈവജനമേ, മനമുയർത്താം തിരുസവിധേ. ബലിചൈതന്യം നുകരാം, ബലിയർപ്പകരായി മാറാം. ബലിചൈതന്യം നുകരാം, ബലിയർപ്പകരായി മാറാം. മാലാഖവൃന്ദം അണിയണിയായി നിരചേരുന്നീ ബലിയിൽ. മാലാഖവൃന്ദം അണിയണിയായി നിരചേരുന്നീ ബലിയിൽ. ഒരുമയിലൊരു മനസ്സോടെ നാം ബലിപീഠത്തിൽ അണയാം. ഒരുമയിലൊരു മനസ്സോടെ നാം ബലിപീഠത്തിൽ അണയാം ദൈവജനമേ, മനമുയർത്താം തിരുസവിധേ. അണയാം ദൈവജനമേ, മനമുയർത്താം തിരുസവിധേ. ബലിചൈതന്യം നുകരാം, ബലിയർപ്പകരായി മാറാം. ബലിചൈതന്യം നുകരാം, ബലിയർപ്പകരായി മാറാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ ഒന്ന് പരസ്പരം സ്തുതി പറഞ്ഞു. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള് നമ്മൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളുടെ കൂടെയും കുടുംബജീവിതത്തിലും അനുഭവവേദ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുകയും. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അത് അത്രമാത്രം അഗാധമാണ്. അമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് ഈശോ തന്നെയാണ്. കർത്താവ് യേശു മിശിഹ കുരിശിൽ കിടക്കുമ്പോൾ
യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ട ശിഷ്യനോട് ഈശോ പറയുന്നുണ്ട്, അമ്മയെ കാട്ടിക്കൊടുത്തുകൊണ്ട് പറയും, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയും, ഇതാ നിന്റെ മകൻ എന്ന്. ആ വചനഭാഗത്തിൻ്റെ അവസാനം എഴുതി വച്ചിരിക്കുക ഇപ്രകാരമാണ്: അവൻ ആ നിമിഷം തന്നെ അവളെ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്ന്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശിഷ്യനോട് പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവനും അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും എക്കാലവും സഭ കാത്തു സൂക്ഷിക്കുന്നത്. അമ്മയെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കല്ല, മറിച്ച് അമ്മയോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ച മറിയത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ആവോളം ആസ്വദിച്ചുകൊണ്ട് നുകർന്നുകൊണ്ട് ജീവിക്കാനാണ് സഭ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന വലിയ സംഗതി, അമ്മയോട് പ്രാർത്ഥിച്ചാൽ കൃത്യമായി അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം അത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണം എന്നുള്ളതാണ്. അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മ ഒരിക്കലും ആരോടും ഒരു പരിഭവവും പരാതിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൈവിട്ട കളിയായ കുരിശുമരണത്തിന് തൻ്റെ മകൻ നടന്നു നീങ്ങുമ്പോൾ പോലും അമ്മയാരോടും തൻ്റെ വേദന പങ്കുവെക്കുന്നില്ല. ആ വേദനകളെല്ലാം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറണമെന്ന് അമ്മ ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ ദൈവഹിതം നിറവേറ്റുവാൻ തൻ്റെ മകനെ പോലും മരണത്തിന് വിട്ടുകൊടുക്കുന്നത്. ദൈവഹിതം അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ശരീരം ഈ ലോകത്തിൽ അഴുകാൻ വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തതെന്ന് നമ്മെ ഓരോരുത്തരെയും നിരന്തരം സഭ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവഹിതം നിറവേറ്റുന്നവരായി ജീവിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കണം. എന്തു തന്നെയായാലും എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും അല്ലെങ്കിൽ സുഖങ്ങളും എന്തു തന്നെയായാലും അതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഹിതമുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ലഭിക്കുമ്പോൾ അമിതമായി നമ്മൾ ആഹ്ലാദിക്കുകയും എന്നാൽ വേദനകളും നൊമ്പരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരാതിയുമായി എത്തിച്ചേരും. എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ആപത്തുകളും വിപത്തുകളും വന്നു ചേരുന്നു എന്ന്. ദൈവഹിതം നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ അവിടെ 9-10 വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ കുറിച്ചുള്ള സൂചനയുണ്ട്. തിരുവചന ഭാഗത്ത് വേറെ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അവിടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു കഥാപാത്രമാണ് യാബസ് എന്ന് പറയുന്ന മനുഷ്യൻ. വേദനയോടുകൂടെ അമ്മ പ്രസവിച്ചു എന്ന് കണ്ടിട്ടാണ് അവന് യാബസ് എന്ന പേര് കൊടുത്തത്. ആ യാബസ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ഇസ്രായേൽ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങ് എന്നോട് കൂടെ ആയിരിക്കണം, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കണം, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്ത് സംരക്ഷിക്കണമേ എന്ന ആ വചനഭാഗം അവസാനിക്കുക ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ വിസ്തൃതി എന്താണ്? ഈ അനുഗ്രഹങ്ങളുടെ വിസ്തൃതി ഉണ്ടാകണം. ഈ അനുഗ്രഹങ്ങളുടെ വിസ്തൃതി ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിസ്തൃതി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഉണ്ടാകും. വിപത്തുകളിൽ നിന്ന് അവൻ കാത്ത് സംരക്ഷിക്കും.
വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കർത്താവ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അല്ലാതെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അനുഗ്രഹിച്ചു, ഒരു മാസം കഴിഞ്ഞ് അനുഗ്രഹിച്ചു എന്നുള്ളതല്ല. ആ ഓൺ ദ സ്പോട്ടിൽ കർത്താവ് അവനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവഹിതം നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ജീവിതം വിസ്തൃതമാകും. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധവും പരിപാവനവുമായ ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാക്കുന്ന ഈ ദിവ്യയാഗം യഥായോഗ്യം അർപ്പിക്കുന്നതിന് നമ്മെ അയോഗ്യരാക്കുന്ന നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. കർത്താവെ, പാപികളും ബലഹീനരുമാണ് ഞങ്ങൾ ഓരോരുത്തരും. അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾ ആരും യോഗ്യരല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും കർത്താവെ, അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ, അവിടുത്തെ തിരുശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങിയ, അവിടുത്തെ കൈകളിലും കാലുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും നമ്മെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്ന സർലോക രാജനേ. സർവശക്തനാം ദൈവമേ
പാർശ്വത്തിൽ നേർവാലം ഭാഗത്തേരും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുമൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ. അങ്ങ് മാത്രം പരിപാവനൻ അങ്ങ് താനേകനം നാഥനും അങ്ങ് മാത്രം പരമോന്നതൻ തൃത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഏറ്റവും പരിശുദ്ധ കന്യകമറിയത്തെ മഹത്വമേറിയ സ്മരണയാധരിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളും അങ്ങേ കൃപയുടെ തികവിൽ നിന്ന് സ്വീകരിക്കും അർഹത നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ഇസ്രയേൽ ജനത്തോട് പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി, നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾ കേൾപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കർത്താവിൻ്റെ നാമം ഞാൻ പ്രഘോഷിക്കും.
നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ. പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ഇസ്രയേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്. യാക്കോബ് അവിടുത്തെ അവകാശവും. അവനെ നയിച്ചത് കർത്താവാണ്. അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ച് പോകുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ കർത്താവ്, നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ത്രിയേക ദൈവമേ, ദൈവപരിപാലനവും പരിശുദ്ധമായ അഭിഷേക ശക്തിയും അനുഭവിച്ച് തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ലയോ പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ പോൾ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ഞങ്ങളുടെ വകയിൽ സേവനം ചെയ്യുന്ന സ്നേഹബഹുമാനപ്പെട്ട ലിബിനച്ചനെയും ഇന്നീ തിരുനാൾ ബലിക്ക് മുഖ്യ കാർമ്മിക സ്ഥാനം വഹിച്ച് ഞങ്ങളെ ഒരുക്കുന്ന അനീഷ അൻസലച്ചനെയും ഞങ്ങളുടെ പ്രിയ റോഷി അച്ഛനെയും ഞങ്ങളുടെ ഇടയിൽ സേവനം ചെയ്യുന്ന പ്രിയ സമർപ്പിതരെയും എല്ലാ അൽമായ പ്രേക്ഷിതരെയും അങ്ങേ കാരുണ്യത്തിലും കരുതലിലും വഴി നടത്തി മിശിഹായുടെ രാജ്യത്വം ലോകം മുഴുവൻ വ്യാപകമാക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമലോത്ഭ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ യേശുനാഥ, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ തിരുനാൾ ബലിക്ക് നേതൃത്വം വഹിക്കുന്ന BCC 1, 2 വാർഡിലെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മയുടെ വാക്ക് മനസ്സിലുറച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും നീങ്ങുവാനും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ എല്ലാ കുടുംബങ്ങളും വളരുവാനും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമലോത്ഭ മാതാവിൻ്റെ മാധ്യസ്ഥതയാൽ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ലോകത്തിൽ അസമാധാനം വിതച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, മതപീഡനം എന്നിവയ്ക്കിരയായി ക്ലേശം അനുഭവിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും വ്യക്തികളെയും സമർപ്പിക്കുന്നു. സ്വന്തം നേട്ടങ്ങൾക്കുപരി അപരൻ്റെ വേദനകൾ മനസ്സിലാക്കുവാനും ദൈവിക ചൈതന്യം നൽകി ലോകരാജ്യങ്ങളെയും ഓരോ ജനതയും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമലോത്ഭ മാതാവിൻ്റെ മാധ്യസ്ഥതയാൽ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. പലവിധ ആകുലതയിലും ആശങ്കയിലും ആയിരിക്കുന്നവരെയും പല അപകടങ്ങളിൽപ്പെട്ട് വേദന അനുഭവിക്കുന്നവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ ചൈതന്യവും വിശ്വാസ തീക്ഷ്ണതയും പ്രത്യാശയും വഴി തങ്ങളുടെ പഠനത്തിലും മുന്നോട്ടുള്ള ജീവിത വഴികളിലും അവരുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കണമേ എന്ന് പരിശുദ്ധ അമലോത്ഭ മാതാവിൻ്റെ മാധ്യസ്ഥതയാൽ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മേ, ശാരീരികവും മാനസികവുമായ പലവിധ രോഗത്തിലും വേദനയിലും കഴിയുന്ന ഞങ്ങളുടെ ഓരോ വൃദ്ധരായ മാതാപിതാക്കളെയും ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസവും കരുതലും നൽകണമേ. അധ്വാനിക്കുന്നവരുടെ ആലംബമേ, സ്വദേശത്തും വിദേശത്തുമായ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. അമ്മയുടെ സ്നേഹത്തിലും കരുതലിലും വേല ചെയ്യുവാൻ കൃപയേകണമേ എന്ന് പരിശുദ്ധ അമലോത്ഭ മാതാവിൻ്റെ മാധ്യസ്ഥതയാൽ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. അക്ഷയ ജ്യോതിസായ ഈശോയെ, മരണം വഴി ഞങ്ങൾ നിന്ന് അകന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. നിത്യജീവനെക്കുറിച്ചും നിത്യഭവനത്തെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിച്ച് കുരിശുമരണം വഴി നിത്യഭവനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തന്ന യേശുനാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ചേർക്കണമേ എന്ന് പരിശുദ്ധ അമലോത്ഭ മാതാവിൻ്റെ മാധ്യസ്ഥതയാൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
ഈ ദിവ്യമാ അൾത്താരയിൽ കൈകൾ നിറയെ പൂക്കളും മിഴിയിൽ നിറയെ സ്നേഹവും പാപപങ്കിലമാത്മാവും കാഴ്ചയേകുന്നു. കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. ഉയരുന്നീ കാസയിൽ പീലാസയിൽ പരിശുദ്ധ പരമമാം ദിവ്യ സാന്നിധ്യം. ബലിവേദിയിൽ ഞാൻ കാത്തു നിന്നിടാം. നിന്നിടൽ സ്പർശനം സൗഖ്യമായി തീരാ. കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. ഈ ദിവ്യമാ അൾത്താരയിൽ കൈകൾ നിറയെ പൂക്കളും മിഴിയിൽ നിറയെ സ്നേഹവും പാപപങ്കിലമാത്മാവും കാഴ്ചയേകുന്നു. കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. കാഴ്ചയിൽ നീ കനിഞ്ഞതുപോൽ റൂഹായാം ദൈവമേ നീ നിറഞ്ഞിടുകിൽ. വയലുകൾ നാഥ പൂത്തുലഞ്ഞിടും. കായ്കളും കനികളും പൂവണിഞ്ഞിടും. കരുണതൻ
സ്നേഹമേ സ്വീകരിക്കണമേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ പിതാവേ, അങ്ങേ പുത്രന്റെ മാതാവിനെ സന്തോഷപൂർവ്വം അനുസ്മരിച്ചു കൃതജ്ഞതാബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കാം. ഈ പരമപരിശുദ്ധ വിനിമയത്താൽ നിത്യമായ പരിത്രാണത്തിന്റെ വർധനയിലേക്ക് മുന്നേറാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരം ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. കന്യക മേരിയ അംബിക തന്നുടെ ഇമ്പമേറും സ്തുതി ഗീതങ്ങളാ രക്ഷകനേശുവിൻ നമ്മ തന്നോർമ്മയിൽ ഇക്ഷദേവാസികൾ ഘോഷിക്കുന്നു. ഈ ഗാനമഞ്ജരെ താവക കാരുണ്യ പാരമ്യമെന്നും പ്രകീർത്തിക്കുന്നു. സത്യസ്വരൂപനെ കർമ്മമെത്രയും രക്ഷയും യോഗ്യവും ന്യായവും താവകദാസിതൻ താഴ്മയെ പാർത്തു ഓമൽ സുതൻ നാഥനേശുവിനെ ലോകൈകരക്ഷകനായി മുതാ മന്നിതൻ ഏകിയാൽ നിൻ കൃപ വായ്പിനാലേ ആകയാൽ ആമോദ വായ്പോടെ വാഴും സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കും നിത്യവും മംഗളം പാടി നമിച്ചിടുന്നു. ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവ്
ദൈവം നിത്യം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോൻ ഏറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവാൻ ഏറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു സമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കും എന്റെ ശരീരമാകുന്നു. അപ്രകാരമതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കും വേണ്ടി അനേകർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കും
എന്റെ രക്തത്തിൻ്റെ നിവേദനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൂസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ.
അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളും കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ശാന്തി നൽകണമേ. കുഞ്ഞാടെ ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
വിളിച്ചിടുന്നു നാഥാ. എന്നെ നീ നീയാക്കി മാറ്റിയിടണമേ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൽ സ്നേഹമായി തീരാം. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൽ സ്നേഹമായി തീരാം. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാം. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാം. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാനലിഞ്ഞ് നീയാകാം. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാനലിഞ്ഞ് നീയാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ ഭോജ്യത്താൽ നവീകൃതരായ അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ കൂദാശയാൽ വത്സലകന്യകയിൽ നിന്ന് ജാതനായ അങ്ങേ പുത്രനെ സ്വീകരിച്ച ഞങ്ങൾ വാക്കാൽ അവിടുത്തെ ഏറ്റുപറയുകയും ജീവിതശൈലികളാൽ മുറുകെ പിടിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.